ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിൽ അധികം അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഏർക്കാടേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 450 കിലോമീറ്ററോളം ഉള്ളൊരു യാത്രയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇതാ പെട്രോൾ അടിച്ച് റെഡി ആയിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ കൂട്ടുകാരൻ പെട്രോൾ അടിക്കുകയാണ്, വേറൊരു കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയുള്ള 2 വണ്ടിയുടെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നോക്കി പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. നമ്മളിതാ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ആളിവിടെ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ പെട്രോളൊക്കെ ഫില്ല് ചെയ്തു, എല്ലാം സെറ്റാക്കി നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. അപ്പോൾ ഏർക്കാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരും തന്നെ അങ്ങനെ ഏർക്കാട് പോയതായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല. അധികം ഏർക്കാട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നും, അത് ഇവിടെ നിന്നുള്ള ദൂരം കൊണ്ടായിരിക്കും. ഒരു പക്ഷേ എന്താണെന്നറിയില്ല. എന്തായാലും നമുക്കിന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ പെരിന്തൽമണ്ണ വഴി പാലക്കാട് കയറിയിട്ട് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ, കോയമ്പത്തൂരിൽ നിന്ന് അവിനാശിയിൽ നിന്ന് പെരുന്തുറൈ, ചിത്തോട് നിന്ന് സേലം കയറിയിട്ട് സേലത്തു നിന്നാണ് നമ്മൾ അവിടെ നിന്നാണ് ഈ ചേർക്കാട് എന്ന സ്ഥലത്തേക്കുള്ള എയർപിൻ ബണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമായി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കോഴിക്കോട് എയർപോർട്ട് ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വേണം നമുക്ക് പോകേണ്ട റോഡ്. പാലക്കാട് റോഡ് വരുന്നത് സ്ട്രെയിറ്റ് ആണ്. ഇവിടുന്ന് റൈറ്റ് നിങ്ങൾ കാണുന്നതാണ് ഈ എയർപോർട്ടിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായതാണ്. ഒരു ആണി കയറിയതാണ്. ആണി നമ്മൾ കണ്ടു. ഇപ്പോൾ 4 മണി സമയത്ത് അടുത്ത് പഞ്ചർ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കാറ്റടിച്ചിട്ട് പോകുന്ന ദൂരം വരെ പോകാമെന്നുള്ള ഐഡിയക്ക് നിൽക്കുകയാണ്. അങ്ങനെ നേരത്തെ നമ്മൾ പമ്പിലുള്ളൊരു ചേട്ടനോട് അന്വേഷിച്ച സമയത്ത് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടൊരു പഞ്ചർ കടയുണ്ടെന്ന് അവർ പറയുകയും ഇവിടെ വന്നു നോക്കിയ സമയത്ത് ഇവിടെ ഓപ്പണാണ്, 24 മണിക്കൂറാണ് നമ്മൾ അറിഞ്ഞ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിക്ക് നിൽക്കുകയാണ്. കാറ്റിപ്പോഴും ടയറിൻ്റെ അകത്ത് കുറവാണ്, തീരെ ഇല്ല എന്നുള്ള കണ്ടീഷനിൽ എത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് മുന്നേ വന്നിട്ടുള്ള 2 വണ്ടികളുണ്ട്. ഈ വണ്ടികൾ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ വണ്ടിയുടെ പണി എടുക്കൂ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടിക്ക് ഇതുപോലെ തന്നെ പഞ്ചർ കുടുങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ സമയം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു പേപ്പർ സംഘടിപ്പിച്ച് ഇവിടെ കിടക്കാനുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചേട്ടൻ വന്ന് ഫസ്റ്റ് ഈ ആണി പറിച്ച് കൈമത്തുന്നു. ആണിയല്ല, ശരിക്കും റിവറ്റ് കുടുങ്ങിയതാണത്. അങ്ങനെ ചേട്ടൻ ഇത് കഴിക്കുന്ന ജോലിയിലേക്ക് കടന്നു. ഇത് ഇപ്പം മാറ്റിക്കിട്ടുന്ന പ്രതീക്ഷ. ആ ലോറിയുടെ ടയർ പുള്ളിൽ വേറൊരു ചേട്ടൻ കൊണ്ടുപോയി. നേരത്തെ വന്ന ബസ് അങ്ങോട്ട് പോയി. അങ്ങനെ ചേട്ടൻ നമ്മുടെ വർക്കിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ശരിയാക്കി തരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം കുറച്ച് സമയം കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി തന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററിനടുത്ത് വന്നപ്പം ഒരു പാലം കടന്നിട്ട് നമ്മളൊരു ചായക്കട കണ്ടപ്പം ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡി ആയിരിക്കുന്ന ഉഴുന്നുവടയുണ്ട്, പുട്ടുണ്ട്, ഇത് 2 ഇപ്പോൾ റെഡിയാണ്. പിന്നെ എന്തൊക്കെ അവിടെ നിന്ന് ആവുന്നുണ്ട്. ചൂട് പറക്കുന്ന പുട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പരിപ്പോടെ പൊരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളൊരു പരിപ്പോടെ ഒരു ഉഴുന്നുവട ഓർഡർ ചെയ്തു. ഒരു ഇഡ്ഡലിൻ്റെ സെറ്റും കൂടെ നമ്മളതിൻ്റെ കൂടെ മേടിച്ചു. അങ്ങനെ ചായയും കുടിച്ച് നമ്മളിങ്ങനെ അടുത്തതിൻ്റെ പരിപാടിക്ക് നോക്കുകയാണ്. പരിപ്പുവട ഇപ്പം പൊരിച്ചിട്ട നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പുവടയാണ്. അതിൻ്റെ കൂടെ ഒരു ചട്നി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി സാമ്പാർ ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ചട്നി അവർ പറഞ്ഞു ഗ്രൈൻഡർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ഉഴുന്നുവടയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പരിപ്പുവടയും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ ആ സെറ്റ് തീർത്ത് നമ്മൾ അടുത്ത ഒരു ഉഴുന്നുവട ഇവിടെ വീണ്ടും ഓർഡർ ചെയ്തു. കാരണം നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവടയായിരുന്നു. രാവിലെ തന്നെ നല്ല ചൂടോടെ ഉള്ള ഒരു സെറ്റ് ഉഴുന്നുവടയായിരുന്നു. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ തിരൂർക്കാട് റോഡിലാണ്. തിരൂർക്കാട് നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇതുവഴി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ ഒരു പഞ്ചർ അവസ്ഥ ആർക്കും ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഷോപ്പ് നേരത്തെ നമ്മൾ കാണിച്ചതിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോവുക. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം കഴിഞ്ഞു നേരെ അടുത്ത പാലക്കാട് ലക്ഷ്യമാക്കി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നേരം ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ മുകളിൽ നമുക്കവിടെ പഞ്ചറായതുകൊണ്ട് പോയി. അങ്ങനെ നമുക്കിനി പാലക്കാട് കാഴ്ചകളിലേക്ക് പോകാം.
അങ്ങനെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് നമ്മളൊരു നാട്ടുവഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാലക്കാടൻ പ്രഭാത കാഴ്ചകൾ നമ്മളൊരു വൈബ് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ട് നമ്മൾ നേരെ അടുത്തതായിട്ട് മലമ്പുഴ ആ ഒരു ഏരിയയിലേക്കാണ്, കവ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് മെയിനായിട്ടുള്ള ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ മേലോട്ടുള്ള ഏരിയയിലേക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ കവ എന്നുള്ള പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് രാവിലെ രക്ഷയില്ലാത്തൊരു വൈബാണ്. ഒരു വൈബ് പിടിക്കാൻ വന്നിട്ട് നല്ലൊരു വൈബ് കിട്ടിയൊരു മൂഡിലിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പം ചുറ്റും ഒരു രക്ഷയില്ല, ഭയങ്കര ഒരു ക്ലൈമറ്റ്, ഭയങ്കര ഒരു വൈബാണ് മൊത്തത്തിൽ. അങ്ങനെ കവയുടെ ഒരു ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരുന്നതല്ല, ശരിക്കും ഇരുത്തിയതാണ്. എൻ്റെ വണ്ടീൻ്റെ ക്ലച്ച് കേബിൾ അങ്ങോട്ട് പൊട്ടി. നല്ലൊരു വൈബ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് തന്നെ പൊട്ടി. ഇവിടെ അടുത്ത് എവിടെയും വർക്ക്ഷോപ്പില്ലാത്തതിനെ കൊണ്ട് കൂടെ വന്ന 2 ആൾക്കാരെ പാലക്കാടേക്ക് പാർട്സ് വാങ്ങാനായിട്ട് പറഞ്ഞയച്ചു, അതായത് ക്ലച്ച് കേബിൾ വാങ്ങാൻ പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ ഈ കവയുടെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളമായി അവർ പോയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരു 1.5 മണിക്കൂർ പോസ്റ്റായിരുന്നതിന് ശേഷം ക്ലച്ച് കേബിൾ വാങ്ങിക്കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അത് മാറ്റിയിടുന്നൊരു പണിയിലാണ്, ഞാൻ തന്നെയാണ് മാറ്റിയിട്ടത്. അപ്പം ഇതൊന്ന് ഓടിച്ചു നോക്കിയിട്ട്, അപ്പം നമ്മുടെ ഒരു എയിമിന് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ ലൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് ഒന്നുകൂടെ റെഡിയാക്കി അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ വീണ്ടും പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലേക്ക് കയറി നമ്മൾ കോയമ്പത്തൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരല്ല, ശരിക്കും സേലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 11 മണി 11:30 സമയമായിട്ടുണ്ട്. നമ്മളങ്ങനെ കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വാളയാർ നടി നേരെ തമിഴ്നാട് ബോർഡറാണ് കടക്കാൻ പോകുന്നത്. തമിഴ്നാട് ബോർഡറും കടന്ന് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. കേരളവും കടന്ന് നമ്മൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി തമിഴ്നാട്ടിലെ ഹൈവേകളിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. ഇനി ഓൾമോസ്റ്റ് എല്ലാം സേലം വരെ ഹൈവേ റൈഡാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം റൈഡ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. നാട്ടുകോഴി വിരുന്ന് അങ്ങനെ എന്തോ ആണിത്. മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. എന്നാൽ നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് പോയി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹട്ട് സെറ്റപ്പിലാണ് ഫുഡ് സെർവ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. ഇവിടെ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് അവിടെ പിടിച്ച് ബിരിയാണി ആക്കുന്നത്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ നാട്ടുകോഴി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നാട്ടുകോഴി ബിരിയാണി 1, നാട്ടുകോഴി ബിരിയാണി 2. ഒരു ബിരിയാണിക്ക് 280 രൂപയാണ് ഇവിടെ നാട്ടുകോഴി ബിരിയാണിക്ക് വരുന്നത്. പുറത്ത് കൂട്ടിലുള്ള നാട്ടുകോഴീനെയാണ് ബിരിയാണി ആക്കുന്നതാണ് നമ്മളൊരു വിശ്വാസം. മുട്ടയുണ്ട്, കൂടെ ഒരു കറി തന്നിട്ടുണ്ട്, പിന്നെ ഒരു സലാഡും തന്നിട്ടുണ്ട്. തമിഴ്നാട് ബിരിയാണിയുടെ പ്രത്യേകതയാണല്ലോ ഈ 2 ഐറ്റംസ്. അങ്ങനെ നമുക്ക് ബിരിയാണിയിലേക്ക് കടന്നു നോക്കാം. മുട്ട എടുത്ത് വെച്ചു. ഇനി ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് എല്ലാം കഴിച്ചു നോക്കിയിട്ട് പറയാം. അങ്ങനെ നാട്ടുകോഴി ബിരിയാണിയുടെ ഒരു പോർഷൻ തട്ടി ഇലയിലേക്ക് ഇട്ട് പീസൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇവിടെ നാട്ടുകോഴി ബിരിയാണി വെച്ചത്. അങ്ങനെ അല്പം മുറ്റാണ് പീസ്, നാട്ടുകോഴിയുടെ ഒരു ഇതാണത്. അപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കാം. സലാഡൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്നൊരു പിടിച്ച് നോക്കാം. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാട്ടുകോഴി ബിരിയാണി നമുക്ക് പറയാം. നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനമാണല്ലോ ഈ ടൈപ്പ് ഒരു ബിരിയാണി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചൊരു ബിരിയാണികളിൽ നല്ലൊരു ബിരിയാണിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സ്ഥാനം ലക്ഷ്യമാക്കിയിട്ട് ഇറങ്ങുകയാണ്. എവിടെ അടുത്ത സ്റ്റോപ്പുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചധികം ദൂരം മുന്നോട്ടേക്ക് ഓടി. ഇപ്പം സ്ഥലമൊന്നും അറിയില്ല, അത് എവിടെ എത്തി എന്നുള്ളൊരു ഐഡിയ ഇല്ല. എന്തായാലും അടുത്ത നല്ലൊരു സ്ഥലം കാണുമ്പോൾ നമുക്ക്
ഒരു റെസ്റ്റിനായിട്ട് ചവിട്ടാം. അല്ലെങ്കിൽ ലോങ് റൈഡ് പോകുമ്പം ഈ റെസ്റ്റ് എന്നുള്ളത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ടയേർഡായിട്ടോ അല്ലാതെയോ വണ്ടി ഓടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അടുത്തൊരു റെസ്റ്റിംഗ് പോയിന്റ് നമുക്ക് നോക്കാം. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു മെക്ഡൊണാൾഡ്സ് കണ്ടപ്പം ഇവിടെ നിർത്തിയതാണ്. കുറച്ച് നേരം ഒന്ന് ചില്ലാക്കിയിട്ട് പോകാമെന്നുള്ള ഐഡിയക്ക് നിർത്തിയതാണ്. നല്ല വെയിലല്ലേ പുറത്ത്, അപ്പോൾ ഒന്ന് കുറച്ച് സമയം ചില്ലാക്കാം എന്നുള്ള ഐഡിയക്ക് മെക്ഡൊണാൾഡ്സിലേക്ക് നിർത്തിയതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഡ്രൈവ് ത്രൂ മെക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രൈവ് ത്രൂ MC കാണുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തല്ലായിരുന്നു ബൈക്ക് വെക്കേണ്ടത്, ഇപ്പറായിരുന്നു ബൈക്കിൻ്റെ പാർക്കിങ്. അങ്ങനെ ബൈക്ക് ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തു. ഇവിടെയാണ്, ഈ ഏരിയയിലാണ് ഡ്രൈവ് ത്രൂവിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെയാണ് തോന്നുന്നു ഓർഡർ പ്ലേസ് ചെയ്യുന്ന സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ ഒരു ചെറിയൊരു ഓർഡർ എടുക്കുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഈ വോയിസ് ക്യാമറ അനുസരിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ബോർഡുണ്ട്, ഇതിലെ വാല്യൂ നോക്കിയിട്ടായിരിക്കും അത് ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് ചിലപ്പോൾ അപ്പുറത്തെ സൈഡിലായിരിക്കും ഡെലിവറി ഉണ്ടാവും അധികവും. അങ്ങനെ ഞാൻ ഇപ്പുറം വന്ന് നോക്കിയപ്പം ഇവിടെയാണ്, അതെ ഇവിടെ നിന്നാണ് നമ്മൾ അപ്പുറത്ത് ചെയ്യുന്ന ഓർഡർ കളക്ട് ചെയ്യുന്ന പ്ലേസ്. ഇതാ ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് മൊത്തത്തിൽ കൊള്ളാം. അങ്ങനെ നമുക്കിനി ഇതിനുള്ളിലോട്ടൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇവിടെ കയറി വരുമ്പം തന്നെ നമുക്കൊരു കിയോസ്ക് കാണാം. അതായത് നമ്മൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ പോയിരുന്നാൽ അവർ നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡ് ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വേറെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും ഇവിടെ കാണാത്തതുകൊണ്ട് ഒരു 0 ഷുഗർ കോക്ക് ഓർഡർ ചെയ്ത് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ടെക്സ് വാലി എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്ത്. അങ്ങനെ നമ്മളിവിടെ നിർത്തിയപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എല്ലാം ടെക്സ് വാലി ഗ്ലോബൽ മാർക്കറ്റ് എന്നുള്ളൊരു ഇതൊക്കെ വലുതാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അധികവും തുണിയുടെ എന്തെങ്കിലും ഒരു ഷോപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇത്. നമുക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ ഈ ഒരു സംഭവം. പോയി നോക്കാം. അങ്ങനെ ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്ന സമയത്ത് ഇവിടെ ഈ തുണി ഷോപ്പുകൾ തന്നെയാണ് ഇവിടെ, ജ്വല്ലറി തുണി ഷോപ്പൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. തുണി ഷോപ്പിൻ്റെ ബോർഡൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലോട്ട് കയറിയ സമയത്ത് ഇവിടെ ഒരു നമ്മൾ അധികം കാണാത്ത കുറേ ബ്രാൻഡുകളുടെ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് കൊള്ളാം. ഇവിടെ MC-ൻ്റെ ഒരു കൗണ്ടറുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ആകെയുള്ളൊരു സെറ്റപ്പ് കൊള്ളാം. ഇതൊന്ന് നടന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. 50 രൂപ കൊടുത്ത് ചോളം വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. എങ്ങനെ തിന്ന് നോക്കിയിട്ട് പറയാം. 5 പൈസ വരില്ല, ഇത് നല്ല മുട്ട തരുള്ളൂ. അങ്ങനെ ടെക്സ് വാലിയിൽ വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം നമ്മൾ സേലം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും ഇവിടുന്ന് രണ്ടാമത് പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. ഇനി സേലത്തേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. സേലത്തെത്തിയിട്ട് നമുക്ക് അവിടുന്ന് ഏർക്കാടേക്കുള്ള ഒരു കാര്യങ്ങൾ റോഡൊക്കെ നോക്കാം. അപ്പോൾ ഇനി സേലം ടൗണിൽ കാണാം. അങ്ങനെ നമ്മൾ സേലം ടൗൺ എത്തിയിരിക്കുകയാണ്. ഞാൻ 2ാമത്തെ തവണയാണ് ഈ സേലം ടൗൺ വഴി പാസ് ചെയ്ത് പോകുന്നത്. മുൻപൊരിക്കൽ ഞാൻ പോണ്ടിച്ചേരി പോകുന്ന സമയത്ത് ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം ഏർക്കാടേക്ക് പോകുമ്പോൾ 2ാമത്തെ തവണയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ തന്നെയാണ് ഈ സേലം എന്ന് പറയുന്നത്. സേലത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ഏർക്കാടേക്ക് നമ്മൾ ഇവിടെ നിന്നാണ് ഡീവിയേഷൻ എടുക്കുക. ഈ സേലം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഏർക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അങ്ങനെ സേലത്ത് നിന്ന് നമ്മൾ ഏർക്കാടേക്കുള്ള ഡീവിയേഷൻ എടുത്തിരിക്കുകയാണ്. അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഡീവിയേഷൻ എന്നുള്ള വഴിക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ റോഡിൽ നിന്നാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചുരം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഏർക്കാടേക്കുള്ള. ഇനി ചുരത്തിലൂടെയുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്കിങ്ങനെ പോകാം. ഏകദേശം 20ഓളം ഹെയർ പിൻ ബെൻഡുകളാണ് ഈ ചുരത്തിലായിട്ടുള്ളത്. ചുരം അത്യാവശ്യം വീതിയുള്ളൊരു റോഡാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫ് ആയിട്ടുള്ള റൈഡ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഏർക്കാട് ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ തണുപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഗാർഡ് സെക്ഷൻ കയറുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പം തണുപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു കിടിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത്യാവശ്യം ഈ സേലം ടൗൺ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു കിടിലം വ്യൂ പോയിൻ്റ്. ഇപ്പോൾ സൺസെറ്റ് ടൈം ആയതുകൊണ്ട് സ്കൈ ഒക്കെ റെഡ് കളറിലാണുള്ളത്. വ്യൂ പോയിൻ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഏർക്കാടേക്കുള്ള ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പും അതിനനുസരിച്ച് ഇങ്ങനെ കയറുന്നുണ്ട്. ഒരു 18 കിലോമീറ്റർ എന്നുള്ളൊരു സൈൻ ബോർഡ് ഇവിടെ കണ്ട് ഏർക്കാട്. അങ്ങനെ 18 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളിവിടെ ഏർക്കാട് ഒരു സ്ഥലത്ത് എത്തിയിരിക്കും. ഏർക്കാട് ടൗൺ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ഈ സമയത്ത്. ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കാം കുറേ വണ്ടികൾ നമ്മൾ വരുമ്പോൾ ഞാൻ താഴോട്ടേക്ക് പോകുന്നതായിട്ട് കണ്ടു. പിന്നെ ഇവിടെ നമ്മളൊരു ചായ കുടിക്കാനുള്ളൊരു ഐഡിയക്കാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. തണുപ്പത്തൊരു ചായ എന്നുള്ളത് നല്ലൊരു മൂഡാണ്. എല്ലാ സ്ഥലത്ത് പോയുള്ള പോലെ തന്നെ
ഒരു ചായ നമ്മൾ ഇവിടുന്ന് കുടിക്കാനുള്ള റെഡി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ചായക്ക് പറഞ്ഞു, അണ്ണൻ ചായ ഇടുന്നൊരു തിരക്കിലാണ്. അപ്പം പുള്ളി ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. ഒരു ചായ കുടിച്ച് നോക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എല്ലാ സ്ഥലത്തുള്ള ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ഒരു ലേക്കിൻ്റെ ഒരു ബോർഡാണെന്ന് തോന്നിയത്. തമിഴ്നാട് ഗവൺമെൻറ് ഹോട്ടൽ ഇവിടെ കണ്ടു. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഈ ഏർക്കാട് വരെയുള്ള വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.